TCS സുജാത, രാഷ്ട്രീയം പറയാതെ ബജറ്റിനെ കുറിച്ച് പറയാൻ കഴിയാത്തൊരവസ്ഥ ഇത്തവണയുണ്ട്. അത്രയേറെ രാഷ്ട്രീയം പ്രത്യക്ഷമായും പരോക്ഷമായും ധനമന്ത്രി അതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. കേന്ദ്രം അവഗണന തുടരുകയാണെങ്കിൽ ഒരു പ്ലാൻ ബിയെ കുറിച്ച് ആലോചിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു പ്ലാൻ ബിയെ കുറിച്ച് ആലോചിക്കാൻ മാത്രം സ്വയം പര്യാപ്തമാണോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അങ്ങനെയല്ല, ഈ ബഡ്ജറ്റ് വിശ്വാസ്യതയേ ഇല്ലാത്ത ഒരു ബഡ്ജറ്റ് മാത്രമാണ്, മനക്കോട്ട കെട്ടുന്ന ബഡ്ജറ്റ് മാത്രമാണ് എന്ന് പ്രതിപക്ഷം വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പ്ലാൻ ബി, ഇനി പ്ലാൻ എ നടന്നില്ലെങ്കിൽ കേരളം അത്രയും പര്യാപ്തമായോ? എന്ത് അവസ്ഥയിലാണ് കേരളം ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും വളരെ കൃത്യമായി തന്നെയാണ് ധനകാര്യമന്ത്രി സഭയിൽ മറുപടി പറഞ്ഞിട്ടുള്ളത്. ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങൾ അടങ്ങിയ ബഡ്ജറ്റാണ് ഇന്ന് ധനകാര്യമന്ത്രി അവതരിപ്പിച്ചത്. ഇവിടെ അപർണ ഓർമ്മപ്പെടുത്തിയതുപോലെ കേരളത്തെ തകർക്കാൻ കഴിയില്ല. കാരണം കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2 ദിവസം കൂടി കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും എംപിമാരും കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിൽ, അതായത് രാജ്യ തലസ്ഥാനത്ത് സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോവുകയാണ്. കാരണം കേരളം കേന്ദ്രത്തിൻ്റെ ഒരു കീഴ്ഘടകമല്ല. ഭരണഘടനാപരമായി കേരളത്തിന് അർഹതപ്പെട്ട കാര്യം തരാൻ കേന്ദ്രം തയ്യാറാവണം. കേരളം ഓരോ മേഖലയും നമ്മൾ എടുത്തു നോക്കിയാൽ കേന്ദ്ര ബഡ്ജറ്റിനകത്ത് കേരളത്തെ ഏതെങ്കിലും നിലയിൽ പരിഗണിച്ചിട്ടുണ്ടോ? കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം തരാൻ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോൾ റെയിൽവേയുടെ കാര്യത്തിലാകട്ടെ, അതല്ലെങ്കിൽ മറ്റ് മേഖലകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എയിംസിൻ്റെ കാര്യം, അതുപോലെ തന്നെ മറ്റൊട്ടേറെ നിർദ്ദേശങ്ങൾ കേരളത്തിന് വേണമെന്ന് നമ്മൾ കേന്ദ്രത്തിൻ്റെ മുമ്പോടെ എത്ര കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ കാര്യത്തിലെല്ലാം കേന്ദ്രം നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നു. ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന വിഹിതം അതിൽ വലിയ കുറവ് വന്നു. അതുപോലെ തന്നെ GST നഷ്ടപരിഹാരത്തിൻ്റെ വിഷയം, അതുപോലെ തന്നെ സ്പെഷ്യൽ പാക്കേജ്, കടമെടുക്കാനുള്ള അവകാശം, അതൊക്കെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. അതെല്ലാം കൂടി വരുമ്പോൾ ഒരു 54,000 കോടി രൂപയുടെ കുറവ് കേരളത്തിനുണ്ട്. ആ രൂപത്തിൽ കേരളത്തിന് തരേണ്ടത് ഔദാര്യമല്ല. ഇവിടുന്ന് 1 രൂപ പിരിക്കുമ്പോൾ 25 പൈസയെ നമുക്ക് തരുന്നുള്ളൂ. പക്ഷെ നമുക്കെല്ലാം അറിയാവുന്ന പോലെ 1 രൂപ 63 പൈസ UPക്ക് കൊടുക്കുമ്പോഴാണ് കേരളത്തോട് ഈ വിവേചനം കാണിക്കുന്നത്. അതിന് കേരളത്തോട് എന്തിനാ അങ്ങനെ ഒരു ദ്രോഹം ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്രം ഈ രൂപത്തിൽ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് തോക്കാൻ കഴിയില്ല. കാരണം നമ്മൾ വളരെ അഭിമാനത്തോടെ രാജ്യത്തിൻ്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ്. ഈ എല്ലാ ദ്രോഹവും കേന്ദ്രം ചെയ്യുമ്പോഴും 42 മേഖലകളിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് കേരളം. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കുകൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഏത് മേഖല എടുത്തു നോക്കിയാലും, ഏത് സൂചിക എടുത്തു നോക്കിയാലും കേരളം 1ാം സ്ഥാനത്ത്. വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല അടക്കം ഏത് മേഖല എടുത്തു നോക്കിയാലും ഉന്നത വിദ്യാഭ്യാസം, ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളാണല്ലോ, ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ വിദ്യാഭ്യാസം ശ്രദ്ധിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകുന്ന സംസ്ഥാനവും ഈ കേരളമാണ്. അങ്ങനെ പരിഗണനയ്ക്ക് അർഹനാണ് നമ്മൾ. ആ ഘട്ടത്തിൽ നമ്മളെ അങ്ങേയറ്റം ദ്രോഹിക്കുമ്പോൾ നമുക്ക് തോറ്റുകൊടുക്കാൻ കഴിയില്ല. കേരളത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അതിനുവേണ്ടി തന്നെയാണ് ഈ ബഡ്ജറ്റിൽ ഏറ്റവും നല്ല നിലയിൽ ശ്രദ്ധിക്കുവാൻ ഗവൺമെൻറ് തയ്യാറായിട്ടുള്ളത്. ഈ ഒരുപാട് പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടും ജെൻഡർ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ, ജെൻഡർ ബഡ്ജറ്റ് ഇപ്പോൾ നമുക്കറിയാം, കേന്ദ്രം 1% പോലും കേന്ദ്ര ബഡ്ജറ്റിൽ സ്ത്രീകൾക്ക് വേണ്ടി നീക്കിവെക്കാത്ത ഘട്ടത്തിലാണ് കേരളം 21.51% തുക ഇത്തവണത്തെ ബഡ്ജറ്റിൽ, എൻ്റെ കയ്യിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുണ്ട്, 4,661 കോടി രൂപ ബഡ്ജറ്റിൽ നീക്കിവെച്ചുകൊണ്ട് അതിലെല്ലാ മേഖലയെ ശ്രദ്ധിച്ചു ഉള്ളതാണ് നമുക്ക് കാണേണ്ടത്. കാരണം ഏറ്റവും അധികം സ്ത്രീകൾ പണിയെടുക്കുന്ന മേഖലയ്ക്ക് വലിയ പരിഗണന കൊടുക്കുന്നു, കുടുംബശ്രീക്ക് വലിയ പരിഗണന കൊടുക്കുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു വരാം. അങ്ങനെ പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ അതിനുള്ള ആത്മവിശ്വാസം ഈ പരിതസ്ഥിതിയിൽ സംസ്ഥാനത്തിനുണ്ട് എന്നുകൂടിയാണോ ശ്രീമതി CS? തീർച്ചയായിട്ടും കേരളം ഇന്നുള്ള പരിമിതികളെ എല്ലാം മുറിച്ചു കടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഈ ബഡ്ജറ്റിലുണ്ട്. ആ ഒരു ലെവലിലേക്ക് കേരളം മാറിത്തീരുക തന്നെ ചെയ്യും.